പുതിയ ക്ലിപ്പ് കണ്ടില്ല. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലം കാണാൻ പോവാണ്. ഇപ്പൊ പോയാലോ? നമ്മുടെ മില്ല് പൊടിപ്പിക്കണേ അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് കയ്യെ സൂക്ഷിച്ചിറങ്ങിയാൽ മതി കേട്ടോ. അങ്ങോട്ട് ഇറങ്ങല്ലോ. തെന്നി അങ്ങ് പോവല്ലോ. ആർക്കും അറിയില്ല നീന്തല്. ഞങ്ങൾ ഇതുപോലുള്ള വഴിയൊന്നും ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ല. നമ്മളാടല്ല നിരപ്പായ വഴിയാ. നമ്മള് ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അത്ര നമ്മുടെ സ്ഥലമാണ്. ഇതിപ്പോ വെള്ളം കയറിയിട്ട് ആറ് കൊണ്ടുപോയിട്ടേ മനസ്സിലായോ. അപ്പം ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നു. ഇവിടെ ഇങ്ങനെ ഫ്ലോപ്പ്. ഇത് ആറ്റിന്ന് അങ്ങനെ മണ്ണെല്ലാം അടിച്ചിങ്ങനെ കയറി വരുന്ന ആ മരം. ഇത് ഈ കഴിഞ്ഞ ദിവസം പടന്നു പോയത്. ആ നല്ല കാറ്റ് മഴ വന്നില്ലേ, അപ്പം അത് പടന്നു പോയി. ഭയങ്കര അതിൻ്റെ ബാമ്പും മുയല് നല്ല കാട്ടുപന്നി സംഭവങ്ങളെല്ലാം. അത് നിങ്ങൾ വന്നില്ലേ, അടിമാലി വന്നില്ലേ, പഠിക്കും കൂടി കട അതായിട്ട് കമ്മിറ്റഡ് ആയിട്ട് ഇറങ്ങി. ഇങ്ങനല്ലാതെ മറ്റേ കല്ലുള്ളത് താഴെ ആ കാണുന്ന നന്ദി. പക്ഷെ അവിടെ വെള്ളം ഉള്ളതുകൊണ്ട് എനിക്ക് പേടി നിങ്ങൾക്ക്. അതായത് ഇവിടെ എല്ലാം ഫുൾ ആഴമാണേ. ഒന്നും ഇറങ്ങാൻ പറ്റൊക്കെ നമ്മുടെ വലിയ സ്ഥലമൊക്കെ അത്. ഇപ്പം വലിയ പ്രാവശ്യം ഫുള്ള് അവിടെ മുട്ട് അവിടെ വരെ നമ്മുടെ സ്ഥലം. ഇപ്പം നമ്മൾ എവിടെയാണ് പോകുന്നത്? നമ്മളിപ്പോൾ സിറ്റിപ്പറമ്പിൽ പോകുന്നു. സിറ്റിപ്പറമ്പ് എന്ന് വെച്ചാല് അതാണ് സിറ്റിയിലുള്ള പറമ്പാണ് സിറ്റിപ്പറമ്പ്. ഓ, സിറ്റിയിൽ പറമ്പല്ലേ. അത് നമുക്ക് സിറ്റിപ്പറമ്പ് കാണാൻ നോക്കാം. നടന്നു പുതിയ ക്ലിപ്പ് കണ്ടില്ല. ഓഹോ, സീൻ. നീ അതിലെൻ്റെ കണ്ട് വാങ്ങിച്ചല്ലേടി ഇത്? അതെ, അതില്ലാണ്. അതിൻ്റെ പൂജ അവിടെ നിന്ന് ഒറ്റയ്ക്ക് പ്രകൃതി ആസ്വദിക്കുന്നു. ആ, കുളിച്ച് പോണ്ട വഴി ഇതാണ്. എടാ പോവല്ലേ, വല താഴ്ത്തിട്ട്. കാണാൻ പോകുന്നത് ഏലക്കയുടെ തോട്ടം കാണാൻ. ഓക്കെ, ഏലക്കെല്ലാം ഇങ്ങനെ കാണിക്കാം. ഏലക്ക എവിടെ? ചെറുത് പയ്യെ. അയ്യോ, നിങ്ങൾ സൂക്ഷിച്ചു. ഏത് ഇതൊക്കെയാ? പൂജയ്ക്ക് പറഞ്ഞില്ല. ഇതെനിക്കും പൊളിച്ചു തരുമോ ഒന്ന്? പോകും സ്ഥലം ഇവിടെ. ഇതൊന്ന് പൊട്ടിച്ചു തരും. എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ പൊട്ടിക്കണത് ഞാൻ നോക്കി നടക്കണേ. നമ്മൾ സൂക്ഷിച്ചാരാ ഞാൻ നോക്കി നടക്കണേ. നടന്നൂട്. സേമിയെല്ലാം ഉണ്ട് ഇത്. ഇതാ ഗൈസ്, ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഏലക്ക ഇതാണ് ഗൈസ്. ഏലക്ക കണ്ട് ഏലം മുട്ടിട്ട് ഇതാണ് പൂവ്, ഇതാണ് ഏലം. ഓക്കെ, നമുക്ക് കുൽഫി തിന്നാം. രസമുണ്ടോ? അതിനെ പൊട്ടിച്ചിന് രസമെല്ലാം ഉണ്ട്. അത് ഗൈസ് നമുക്ക്
ഏലക്ക എന്താ നിൽക്കുന്നതുകൊണ്ടോ? ഇത് ഫുൾ ഏലക്കത്തോട്ടാണ് ഗൈസ്. തല കുത്തിന്ന് പിടിച്ചിട്ടാ പൊട്ടില്ല. മൂന്ന് പ്രാവശ്യം ഇത്ര ഇതിന് നമുക്ക് 8,000 രൂപ കിട്ടും. വീടിന് ഇത് കുറച്ചും കൂടെ അടുത്തുനിന്ന് കാണാം അല്ലേ? അതാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഇതിനാ സിറ്റി പറമ്പ് എന്ന് പറയുന്ന. ഇത് കൊക്കോ അപ്പൊ അരക്കാൻ പറ്റൂ? അപ്പൊ അതെങ്ങനെ കഴിക്കാം? പൊട്ടിച്ചിട്ട് വേറെ ഉണ്ടോ നോക്കാം. ഇല്ല, ഒരിക്കലും ഇല്ല. പൂച്ച പൂച്ച വേണോ? അങ്ങനെ പറക്കണേ അറിയാം. തിരിക്കണം, മൊത്തം തിരിക്കേ. പറിച്ചിട്ട് നിലത്തിട്ടേക്കല്ലേ? നന്നാട്ടെ. ഇനി ഇതെങ്ങനെ പൊട്ടിക്കണ്ടെന്നറിയോ? ഇത് പൊട്ടിക്കണ്ട. ഇതില് മറ്റേ പോട്ട് ചൊറിയത് പൊഴിക്കളാ ചൊറി ചൊറിയത്തുള്ള ലുങ്കിലും കഴിച്ചിട്ട് ലുങ്കിയോ? ആരെങ്കിലും ആറ്റില് കുളിക്കാൻ വന്നിട്ട് കഴിച്ചിട്ടായിരിക്കും. ആറ്റിലല്ലല്ലോ, ആറിലാ. ആറ്റും ആറും സെയിം അല്ലേ? നമുക്ക് പൊട്ടിക്കണം. ഇതിങ്ങനെ പൊട്ടിക്കണ്ട. അപ്പൊ ഇതെങ്ങനെ കഴിക്കാം? കാണിച്ചാട്ടെ, കഴിക്കാൻ കാണിച്ചാട്ടെ. എന്താ മക്കളെ സുറുബെല്ലാം കടിക്കുന്നത്. ഇതിപ്പോ ഇത് തിന്നോണ്ട് ഇതിന്റെ പുറകെ തിന്നാ അറിയില്ല. ടേസ്റ്റ് ഒന്നും അറിയില്ല. ഞാൻ ചോദിച്ചോട്ടെ. ഇത് കുരുവാ? കുരു തുപ്പണം? ഞാൻ കൊടുക്കാൻ പറ്റുമോ? തഗ് ഇടയ്ക്കെല്ലാം വരും. മറ്റേ അത്തിപ്പഴത്തിന്റെ ആ ഒരു ടേസ്റ്റ് അല്ലേ? അത്തിപ്പഴം അറിയോ? ഞാൻ ഫ്രെയിമില് ഏച്ചി എവിടെ? പൂജക്ക് പിന്നെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയ പിന്നെ ആടെ അങ്ങനെ അങ്ങ് നിന്നോളും. അപ്പുറത്തെ ഒരാള് മൂടെല്ലാം വീർപ്പിച്ചിട്ട് ഐസ് കഴിക്കല. ഇതേടിയാ പോയിനി? നമ്മള് കൊക്കെല്ലാം ആദ്യം പറിച്ച്. കൊക്ക പറിക്കാൻ വേണ്ടി ഇത്രയും വലിയ കൊക്ക എടുത്തിന്. നമ്മള് താഴേന്ന് പറിച്ചില്ലേ? നമ്മള് താഴേന്ന് പറിച്ചതാ. എടുത്തതാ? അവിടെ താഴെ തന്നെ ഉണ്ടായിരുന്നു. ഇതെടുക്കാനപ്പ പോയിനി. ഇതാണ് ഗൈസ് എന്റെ സ്വന്തം ചേച്ചി. ഇപ്പൊ നമ്മുടെയും ചേച്ചി. കൂപ്പാ? കൂപ്പൊന്നും നമ്മള് മറ്റേ കുരുമുരുകെല്ലാം കണ്ടിട്ടില്ലേ? കാള്. ആ പാലത്തിലൂടെ കടക്കാം. അത് നമുക്ക് കടന്നാലോ? പണ്ട് നീ ഓർക്കുന്നുണ്ട് പ്രാവശ്യം നമ്മള് പ്രാവശ്യം വന്നപ്പോല്ലേ ഈ ഇത് കൂപ്പിലേക്കുള്ള വഴിയാണ്. പറഞ്ഞു ജീപ്പിന് അന്ന് എന്താണ് മുളയും കൊണ്ടൊക്കെയുള്ള പാലം. മുളയും കൊണ്ടുള്ള പാലോ? എന്താ പറഞ്ഞത്? ജീപ്പിനങ്ങ് പോയി പേടിച്ചിട്ടുണ്ടല്ലോ. നമ്മളിപ്പോ എങ്ങനെയാ നടന്നിട്ടാ? അല്ല പറക്കും. അല്ല നീല പറഞ്ഞ ജീപ്പിന് പോണെന്ന്. അന്ന് പോയതാ. എന്നാ നമുക്ക് പോവാ. പക്ഷെ ചേട്ടായിക്ക് ഇഷ്ടം അങ്ങനെ കൊണ്ടേ പേടിപ്പിക്കണൊക്കെ എങ്ങനെ. അത് ഇവിടെ അന്നേരം പറഞ്ഞായിരുന്നു നമ്മളോട്. ഏട്ടായി ഇങ്ങനെ കൊണ്ടുപോകുന്നത്.
പറഞ്ഞു. ഓഫ് റോഡ് ജീപ്പ്. നമ്മുടെ ജീപ്പ് അങ്ങനെ കുഴപ്പമില്ല. മറ്റുള്ളവരുടെ ജീപ്പ് നമ്മളെപ്പോ പോവാൻ ഇന്ന് വൈകുന്നേരം അല്ലേ? അപ്പൊ അടുത്ത വ്ളോഗിൽ നമ്മൾ അത് കാണിക്കും അല്ലെ? ഇങ്ങനെ ഇങ്ങനെ അറ്റത്ത് കൊണ്ടുവന്നു പുതിയ എക്സ്പ്രഷൻ ഒന്നും നിന്നെ ഞാൻ മെയിൻ ആയിട്ട് കാണിക്കും. ജീപ്പ് നിർത്തും. ഇവിടെ കൊണ്ട് ജീപ്പ് ഇവിടെയാ? എന്നിട്ട് ഇങ്ങനെ ചെരിച്ചു നിർത്തും. ഭഗവാനെ, സ്പീഡില്ല, അവനിങ്ങനെ ചവിട്ടി പിടിക്കുമല്ലോ ബ്രേക്കിലോ. എന്നിട്ട് വണ്ടി ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് വിട്ട് കഴിയുമ്പോ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ആയൂലേ, അങ്ങനെയൊക്കെ കാണിക്കും. ഞാനിവിടെ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട സമയത്ത് അങ്ങനത്തെ ഭയങ്കര ഇതൊക്കെയാണ്. ജീപ്പ് ഇഷ്ടമാ, നമുക്ക് യാത്ര ചെയ്യാനൊക്കെ സുഖം. നമ്മൾ ഇന്ന് തന്നെ വരുമ്പോ തന്നെ നമ്മള് ഫുള്ള് ഇങ്ങനെ ഫുള്ള് തുള്ളി തുള്ളി വരുമ്പോ നമ്മളിപ്പോ പുറത്തു വിടുവോന്നുള്ള മൈൻഡ് ആയിരിക്കും. ഇവിടെ കൂടുതലും നോർമൽ ഡെലിവറിയാ, ജീപ്പിലല്ല കൊണ്ടുപോണേ. നോർമൽ ഡെലിവറിയാ? പ്രഗ്നന്റ് ആയിരിക്കണവരെ ആ ഇങ്ങനെ. അപ്പൊ കൂപ്പില് പോണ്ട വാണേ, എന്തായാലും ഇടം വരെ വന്നില്ലേ, പോയിട്ട് വരാം. അതിനിപ്പ എന്നാ തുടച്ചോളാം. ഇവരുടെ പറമ്പിൽ ഇവര് വെച്ചേക്കുന്ന കൃഷി യാത്രേ ഉള്ളൂ. ഞങ്ങൾ അവിടെ വീട്ടിലെ തറവാട്ടിലെ ഏറ്റവും ഇളയതല്ലേ, ഞങ്ങൾക്ക് വീതം കിട്ടുന്ന സ്ഥലം. ഇതേപോലെ നമ്മൾ ഈ കുത്തനെ പിന്നെയും കേറണ്ടേ? ഇതാണ് എടുത്ത ടാസ്ക് അല്ലേ, ഇങ്ങനെ കേറുകയും ചെയ്യുന്നു. ല്ലേ പേടി ഈ സാധനം. എന്താ മുള്ള കാറ്റടിക്കുമ്പോണ്ടല്ലോ, ഇനി ഹൊറർ മൂവിയിലൊക്കെ സൗണ്ട് കേൾക്കില്ലേ, അങ്ങനെ ഒരു സൗണ്ട് ഒക്കെ, അത് വരും ഇതിന്റെ ഉള്ളിൽ നിന്ന്. ഇതിന്റെ ഉള്ളിന്നാ? ആ, അങ്ങനത്തെ ഒരു സൗണ്ട് ഉണ്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന്. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ? അതന്നെയാണോ? വീണേക്കല്ല അതിന്റെ ഉള്ളില്. ഒന്നും കൂടെ വേണമായിരുന്നു. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. എന്നെ ഇങ്ങനെ വിറ്റ് ജീവിക്കും. അവിടെ താഴൊന്നുമില്ല, താവൊന്നുമില്ല ചേച്ചി. ചെരുപ്പ് ഇവിടെ കഴിച്ചിട്ടല്ലോ, ചെരുപ്പ് ഇവിടെ കഴിച്ചിട്ടടി. വേണ്ട, പേടിയാണ്. പോടി. ആഷ്ലിന്റെ ചേട്ടന്റെ വണ്ടിയാ, തിരിച്ചുമ്പോ വണ്ടി കിട്ടി. സത്യം വണ്ടി കിട്ടിയത് അല്ല, തളർന്നു പോയി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.